ഏറ്റവും വലിയ മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. അതായത് മുംബൈ നഗരത്തിൽ ഗണേശോത്സവം നടക്കാനിരിക്കെ, അതിൻ്റെ സമാപന കാര്യങ്ങൾ നടക്കാനിരിക്കെ വലിയൊരു ദുരന്തം അവിടെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ രാജ്യം ഗണേശോത്സവത്തിൻ്റെ ലഹരിയിൽ ആറാടുമ്പോഴും ചിലർ എവിടെയോ ഇരുന്ന ഗൂഢാലോചനകൾ നടത്തി ഗണേശോത്സവത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ് വരുന്നത്. 11 കോടി ജനങ്ങൾക്കുള്ള മുന്നറിയിപ്പാണ് കേന്ദ്ര സർക്കാർ നൽകിയിരിക്കുന്നത്. ഏറ്റവും ശ്രദ്ധയോടെ അല്ലെങ്കിൽ ജാഗ്രതയോടെ വേണം മുന്നോട്ട് പോകാൻ. ഏത് നിമിഷവും അവർ തയ്യാറായി നിൽക്കുകയാണ്. അതിനെ തകർക്കാനുള്ള നീക്കവുമായി സൈന്യവും രംഗത്തുണ്ട്. പക്ഷേ എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമുക്ക് തന്നെയാണ് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൃത്യമായി ജാഗ്രതകൾ പാലിച്ചു വേണം മുന്നോട്ട് പോകാൻ. അതായത് മുംബൈ നഗരം ഒരു മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. ഗണേശോത്സവത്തിന്റെ സമാപനത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. ഈ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ഭീകരാക്രമണ ഭീഷണിയാണ് ഗണേശോത്സവത്തിന് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ കേരളത്തിന് പുറത്ത് ഗണേശോത്സവവും ഈ നവരാത്രി ഉത്സവവും ഒക്കെ ഭയങ്കര വിശേഷാൽ രീതിയിൽ ആഘോഷിക്കുന്ന കാര്യങ്ങളാണ്. അവർക്ക് ഭയങ്കരമായ ഒരു ആഘോഷമാണ് ഗണേശോത്സവം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരുപാട് ജനങ്ങൾ, ഒരുപാട് ആളുകൾ ഒത്തുകൂടിയാണ് പിന്നെ ഗണേശ വിഗ്രഹത്തിനെ വെള്ളത്തിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകളാണ് അതിൽ ഒന്നിക്കുന്നത്. അപ്പോൾ ഇവർക്കെതിരെയാണ് ഇപ്പോൾ ലക്ഷറി തൊയ്ബയുടെ ഭീകരാക്രമണം, അതായത് ഞങ്ങൾ ഭീകരാക്രമണം നടത്തും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഗണേശോത്സവത്തിൽ മുംബൈ നഗരത്തെ ചിന്നിച്ചിതറിക്കും. അവിടെ ജനങ്ങളുടെ തലയോട്ടികൾ നിറയും, ജനങ്ങളുടെ ശരീരാവശിഷ്ടങ്ങൾ നിറയും എന്നുള്ള മുന്നറിയിപ്പാണ് ലക്ഷറി തൊയ്ബ നൽകിയിരിക്കുന്നത്. RDXുമായി 14 പാകിസ്ഥാനി ഭീകരർ ഇന്ത്യയിൽ 34 വാഹനങ്ങളിൽ പ്രവേശിച്ചു ചാവേറുകളായി നിൽക്കുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. പ്രത്യേകിച്ച് ഈ ഹിന്ദുക്കളുടെ ഉത്സവങ്ങളെ തകർക്കാൻ ചില ആളുകൾ കച്ചകെട്ടി ഇറങ്ങുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമായി നമുക്കിതിനെ വിലയിരുത്താം. പഹൽഗാം ഭീകരാക്രമണത്തിൽ മതം ചോദിച്ച് നമ്മുടെ ജനങ്ങളെ, നമ്മുടെ സഹോദരങ്ങളെ കൊലപ്പെടുത്തിയ അതേ ടീംസ് തന്നെയാണ് മുംബൈയിലും ഇറങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ്. 34 വാഹനങ്ങളിൽ ചാവേറുകൾ താവാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മാത്രമല്ല, സ്ഫോടനത്തിലൂടെ 1 കോടി ജനങ്ങളെ ഞങ്ങൾ കൊന്നെടുക്കും എന്നാണ് ഇവർ പറയുന്നത്. അതായത് പാകിസ്ഥാനിൽ നിന്ന് നമ്മൾ ഈ നയതന്ത്രപരമായി സിന്ധു ജലം കൊടുക്കാതെയൊക്കെ ആയല്ലോ. അതോട് മാത്രമല്ല, പാകിസ്ഥാനുമായി പൂർണ്ണമായുള്ള നയതന്ത്ര ബന്ധം നമ്മൾ അവസാനിപ്പിച്ചു. ഒരു തരത്തിലും വ്യോമ അതിർത്തികൾ വരെ അടച്ചുകൊണ്ടാണ് നമ്മൾ പാകിസ്ഥാന് മറുപടി നൽകിയത്. അപ്പോൾ ഇതിലൊക്കെ വിരളി പൂണ്ട പാകിസ്ഥാൻ എങ്ങനെയും ഇന്ത്യയിലെ ജനങ്ങളെ തകർക്കുക, പ്രത്യേകിച്ച് ഈ ഹിന്ദുപരമായ ആചാരങ്ങൾ നടക്കുന്നിടത്ത് വലിയ ആക്രമണങ്ങൾ ഉണ്ടാക്കുക, അവിടെ വലിയ തരത്തിലുള്ള ജനങ്ങളെ കൊന്നൊടുക്കുക എന്നുള്ളതാണ്. കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒരുപാട് പാകിസ്ഥാൻ സ്നേഹികളുണ്ട്. അവർക്കൊക്കെ ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകും. കാരണം വലിയൊരു ചാവേർ ആക്രമണത്തിനാണ് പാകിസ്ഥാനികൾ അല്ലെങ്കിൽ ലക്ഷറി തൊയ്ബയുടെ ടീംസ് തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ്. ഗണേശോത്സവം ഇന്ന് സമാപിക്കാനിരിക്കെയാണ് ഇത്ര വലിയൊരു ഭീഷണി പാകിസ്ഥാനികൾ നൽകുന്നത് എന്നുള്ളത് നമ്മൾ ഒട്ടും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. ഭയപ്പാടോട് തന്നെയാണ് ജനങ്ങൾ മുഴുവൻ ഇരിക്കുന്നത്. ഭീകരാക്രമണ ഭീഷണി കോൾ വന്നിരിക്കുന്നത് ലക്ഷറി ജിഹാദി എന്ന സംഘടനയാണ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. മുംബൈയിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. സൈന്യത്തെ ഇറക്കി കേന്ദ്രം ഡ്രോണുകൾ ഉപയോഗിച്ച് മുംബൈ നഗരത്തിന്റെ മുക്കിലും മൂലയിലുമൊക്കെ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ബോംബ് സ്ക്വാഡും തിരക്കിട്ട പരിശോധന തുടങ്ങി. പരിചയമില്ലാത്തവരെ കണ്ടാലോ സംശയാസ്പദമായ എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാലോ ഉടൻ പോലീസിനെ അറിയിക്കാൻ ജനങ്ങൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മാത്രമല്ല, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗണേശോത്സവം വലിയ രീതിയിലാണ് കൊണ്ടാടുന്നത്. നാടും നഗരവും ജനങ്ങളും നിറഞ്ഞു കവിഞ്ഞ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ഒരു സൂചി കുത്താൻ പോലും ഇടമുണ്ടാകാത്ത രീതിയിലാണ് അവിടെ ജനങ്ങൾ ഒത്തൊരുമിക്കുന്നതും ഒരുമിച്ച് കൂടുന്നതും ഒക്കെ. വളരെ സന്തോഷപരമായ ഒരു അന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത്. അതിലേക്കാണ്
ഈ ലഷ്കർ ജിഹാദിയുടെ ഇത്തരമൊരു പ്ലാനിങ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്നത്. ഈ ഒരുപാട് ജനങ്ങൾ തിങ്ങി നിൽക്കുന്ന ഒരു സ്ഥലത്ത് ഭീഷണി വന്നിരിക്കുന്നത്. അതായത് മുംബൈ സ്ഫോടനത്തിൽ മുംബൈ നഗരത്തിൽ വലിയ സ്ഫോടനം നടത്തും എന്നുള്ള ഭീഷണിയാണ് വന്നിരിക്കുന്നത്. ഇത് ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. രാജ്യം ഭീതിയുടെ മുൾമുനയിലാണ്. ബോംബ് സ്ഫോടനം നടത്തുമെന്ന അജ്ഞാതന്റെ ഭീഷണി സന്ദേശത്തിന് പിന്നാലെ മുംബൈ നഗരം കനത്ത ജാഗ്രതയിലാണ്. ചാവേറുകൾ മനുഷ്യ ബോംബുകളായി 34 വാഹനങ്ങളിൽ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഭീഷണി സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. 10 ദിവസത്തെ ഗണേശോത്സവത്തിന്റെ സമാപന ചടങ്ങായ അനന്ത ചതുർത്ഥി ആഘോഷത്തിനായി തയ്യാറെടുക്കവെയാണ് ട്രാഫിക് പോലീസിന്റെ കൺട്രോൾ റൂമിൽ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഈ ഭീഷണി സന്ദേശം എത്തിയിരിക്കുന്നത്. ലഷ്കർ ജിഹാദി എന്നാണ് സന്ദേശം അയച്ചയാൾ സ്വയം പരിചയപ്പെടുത്തിയത്. ഈ ഭീഷണി സന്ദേശം വന്നതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ കനത്ത നിരീക്ഷണം ശക്തമാക്കിയത്. മുംബൈയിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. ആന്റി ടെററിസം സ്ക്വാഡിന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഏത് ഭീഷണിയും കൈകാര്യം ചെയ്യാൻ സാധിക്കും. എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തുകയാണെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ജനത്തിരക്ക് ലക്ഷ്യം വെച്ച് ആക്രമണം നടന്നാൽ മരണസംഖ്യ ഉയരും, രാജ്യം വിറങ്ങലിക്കും. മുംബൈ ഭീകരാക്രമണ മാതൃകയിൽ ഇന്ത്യയിൽ ഇനിയും ആക്രമണങ്ങൾ ഉണ്ടാകുമെന്ന് പാക് ഭീകരർ പല ആവർത്തി വെല്ലുവിളി നടത്തിയിട്ടുള്ളത് നമ്മൾ മറന്നിട്ടില്ല. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറിലെ ഇന്ത്യ കൊടുത്ത മറുപടിയിൽ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സൈന്യം ചുട്ട് ചാമ്പലാക്കിയത്. 100ഓളം ഭീകരരെയും ഭീകര നേതാക്കളെയും കൊന്നെറിഞ്ഞു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഭീഷണി കോൾ വന്നിരിക്കുന്നത്. അതിന്റെ ഉറവിടം തപ്പിയിറങ്ങിയിട്ടുണ്ട് സൈന്യം. അത് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ആരാണ് ഇത് വിളിച്ചത്, എന്തെങ്കിലും ലക്ഷ്യം അവരുടെ പിന്നിലുണ്ടോ, ആ ലക്ഷ്യമൊക്കെ തകർത്ത് തരിപ്പണമാക്കാൻ തന്നെയാണ് സൈന്യം ഇറങ്ങിയിരിക്കുന്നത്. എല്ലാ കോണുകളിലും അധികൃതർ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. ഈ വിളിച്ച ആളിന്റെ സന്ദേശത്തിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നുള്ള കൂടി ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുണ്ട്. വ്യാജ ബോംബ് ഭീഷണിയാണോ എന്നും അന്വേഷണ സംഘം സംശയിക്കുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിലെ ഒരു റെയിൽവേ സ്റ്റേഷൻ തകർക്കുമെന്ന വ്യാജ ബോംബ് ഭീഷണി ഉണ്ടായിരുന്നു. പക്ഷേ അത് നടന്നില്ല. എങ്കിൽ കൂടി ഇത്തരത്തിൽ വ്യാജമാണ് എന്ന് കാണിക്കാനായി 2-3 സ്ഥലങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് നടക്കാതിരിക്കുമ്പോൾ ശ്രദ്ധ കുറയ്ക്കാനായി ഇത്തരത്തിലുള്ള നീക്കം നടത്തുന്നുണ്ടോ എന്നും അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട്. തിങ്കളാഴ്ച പിന്നെ ഈ വ്യാജ ബോംബ് സന്ദേശം അയച്ച ആളെ തിങ്കളാഴ്ച പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുംബൈയിൽ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഗണേശ ആഘോഷത്തിനിടെയാണ് ഭീഷണി സന്ദേശം വന്നത് എന്നതും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഇത് വ്യാജമാണോ അല്ലയോ എന്ന് തിരിച്ചറിയുന്നതുവരെ ഈ ഭീതി നിലനിൽക്കും. ഇന്ത്യയിൽ ആഘോഷവേളകളിൽ ആക്രമണം നടത്താൻ പാക് ഭീകരർ മുൻപ് ലക്ഷ്യം വച്ചിട്ടുണ്ട്. ആക്രമണത്തിൽ ഇന്ത്യ നടുങ്ങണമെന്നാണ് പാക് ഭീകരരുടെ കണക്കുകൂട്ടൽ. ഗണേശോത്സവം, ദീപാവലി, ദുർഗാപൂജ സമയങ്ങളിലൊക്കെ പാകിസ്ഥാനിൽ ഭീകരർ ആക്രമണ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. ഇന്റലിജൻസ് വിങ്ങിന്റെ കൃത്യമായ ഇടപെടലാണ് അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിയത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ വന്നിരിക്കുന്ന ഫോൺ കോളുകളുടെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ഈ വന്നിരിക്കുന്ന ഇത്തരത്തിലുള്ള ഈ ചാവേറുകളാവും 414 പാകിസ്ഥാനികൾ എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ 11 കോടി ജനങ്ങൾ വലിയ ഭീകരാന്തരീക്ഷത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സൈന്യമൊക്കെ ഇറങ്ങി വലിയ രീതിയിലുള്ള ഈ കവചങ്ങളൊക്കെ തീർത്തിട്ടുണ്ടെങ്കിലും ഇവന്മാർ ഏത് വഴിക്ക് വന്ന് എന്ത് ചെയ്യുമെന്നുള്ളത് ഇപ്പോഴും നമുക്കറിയില്ല. പഹൽഗാമൊക്കെ അതിന് വലിയ തെളിവാണ്. എന്തായാലും കണ്ടറിയാം. ജനങ്ങൾ ജാഗ്രതയിലാണ്. രാജ്യം വലിയ മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്.